വെൽക്കം ടു ഡോക്ടേഴ്സ് ഡയറി. ഞാൻ ഡോക്ടർ അന്നു, എൻ്റെ കൂടെ ഡോക്ടർ ബിജേഷും ഡോക്ടർ എഡ്വിൻ ഫ്രാൻസിസും. ഞങ്ങൾ ആസ്റ്റർ മെഡ് സിറ്റിയിൽ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റാണ്. പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ടും കുട്ടികളുടെ ഹാർട്ട് ഡോക്ടർ എന്നാണ് നമ്മൾ ലേബിൾ ചെയ്യപ്പെടുന്നത്. അതിനെക്കുറിച്ച് സാറിന് എന്തെങ്കിലും മാറ്റി പറയാനുണ്ടോ? എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടോ? ദാറ്റ് ഇസ് എ പ്രിറ്റി ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മൾ കുട്ടികളാണ് കൂടുതൽ കാണുന്നെങ്കിലും ജന്മനായുള്ള അസുഖങ്ങൾ പല ഏജിൽ മാനിഫെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അപ്പോൾ ചിലപ്പോൾ 50-60 വയസ്സായ ആൾക്കാർ ഹാർട്ടിൻ്റെ ഹൃദ്രോഗം, ജന്മനായുള്ള ഹൃദ്രോഗം കണ്ടുപിടിക്കപ്പെടുമ്പോൾ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്തേക്കാണ് റെഫർ ചെയ്യപ്പെടുന്നത്. ഞങ്ങൾ തന്നെയാണ് അത് ഡീൽ ചെയ്യുന്നതും അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും. അപ്പോൾ അവർ കുട്ടികളെ കൂടുതൽ കാണുമ്പോൾ ചില വയസ്സായ ആൾക്കാർ വരുമ്പോൾ ചോദിക്കാറുണ്ടോ, ഇത് നിങ്ങൾ തെറ്റി വന്നതാണോ അല്ലയോ? പക്ഷേ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് തന്നെയാണ് എല്ലാ കൺജനിറ്റൽ പ്രോബ്ലംസ്, ജനിക്കുമ്പോഴുള്ള പ്രോബ്ലംസ് എനി ഏജിൽ ഞങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. അത് ഈവൻ ജന്മനായുള്ള അസുഖങ്ങൾ ജനിക്കുന്നതിന് മുന്നേ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ചില ട്രീറ്റ്മെൻറ്റൊക്കെ നമുക്ക് സക്സസ്ഫുള്ളി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ 60-70 ഇയേഴ്സിലും നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്ന അസുഖങ്ങൾ. ഇത്രയും ലേറ്റായിട്ട് കണ്ടുപിടിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ചില ആൾക്കാർ ലേറ്റായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ബേസിക്കലി ഒരു ലാസ്റ്റ് ഒരു 1-2 ഡെക്കേഡായിട്ട്, മേ ബി ഒരു ലാസ്റ്റ് 20-30 ഇയേഴ്സിൽ ഇതിൻ്റെ അവെയർനെസ് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ജന്മനായുള്ള അസുഖങ്ങൾ ഇപ്പോൾ അതിൻ്റെ ടെക്നോളജിയും അവൈലബിലിറ്റി ഓഫ് എക്കോ കാർഡിയോഗ്രാം, അത് കണ്ടുപിടിക്കാനുള്ള രീതികൾ ഇപ്പോൾ കൂടുതൽ അവൈലബിൾ ആയതുകൊണ്ട് അധികവും 5-10 വയസ്സിന് മുന്നേ തന്നെ ഒരു 70-80% കുട്ടികളിൽ നമ്മളത് കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ പലരിലും ഇത് സിംറ്റംസ് വരാത്തതുകൊണ്ട് മുതിർന്നതിന് ശേഷം ഒരു 40-50 വയസ്സിലോ അല്ലെങ്കിൽ അതിന് ചില റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ജോലി സാധ്യതയൊക്കെ പോകുമ്പോൾ, പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ സ്ക്രീനിങ് ടെസ്റ്റോട് കൂടി ഇത് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ജന്മനായുള്ള രോഗങ്ങൾ എനി ഏജ് ആണെങ്കിലും പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റാണ് യൂഷ്വലി, എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ഇല്ലാത്ത രീതികൾ കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റാണ് അത് കൂടുതൽ ഡീൽ ചെയ്യുന്നത്. OPയിൽ നമ്മൾ ക്ലിനിക്കിൽ ഇരിക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ട് കാണുന്ന സിംറ്റംസും കുട്ടികൾക്ക് അല്ലെങ്കിൽ അഡൽട്സിനാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കൺജന്റൽ ഹാർട്ട് ഡിസീസായിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സിംറ്റംസ് എന്താ കാണാറ്? ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അസുഖങ്ങൾ എന്താണ്? കോമൺ ആയിട്ട് കാണുന്ന അസുഖങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിലെ ഹോളാണ്. ഹാർട്ടിൻ്റെ മുകളിലത്തെ അറയുടെ ഇടയിൽ ഭിത്തിയിലെ ഹോളിന് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് നമ്മൾ പറയും. താഴത്തെ അറയുടെ ഇടയിൽ ഭിത്തിയിലെ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന ഹോൾ, ഈ 2 അസുഖങ്ങളാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഇതിൻ്റെ സിംറ്റംസ് പറയുകയാണെങ്കിൽ പലപ്പോഴും അസിംറ്റമാറ്റിക് സിംറ്റംസ് ഒന്നും ഇല്ലാതെ പീഡിയാട്രീഷ്യൻ നോക്കിയപ്പോൾ, പനി ചുമ എന്തോ പീഡിയാട്രീഷ്യനെ കാണാൻ പോയപ്പോൾ പീഡിയാട്രീഷ്യൻ നോക്കിയപ്പോൾ ഹാർട്ടിൽ ചെറിയ സൗണ്ട് വേരിയേഷൻ കണ്ടു, അതുകൊണ്ട് എക്കോ ചെക്ക് ചെയ്യിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. കുറച്ച് ശതമാനം ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാണ്. പിന്നെ വേറെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് പനി ചുമ കഫക്കെട്ട്, കൊച്ചു സാധാരണ നോർമലായിട്ട് വെയിറ്റ് ഗെയിൻ പോരാ, പിന്നെ കുറച്ച് കളിക്കുമ്പോൾ കുറച്ച് കിതപ്പ് പോലെ തോന്നുന്നു, അങ്ങനത്തെ സിംറ്റംസ് ആയിട്ട് വരുന്ന കുട്ടികളുമുണ്ട്. ഡോക്ടർ അന്നു, കോമൺ ആയിട്ടുള്ള അസുഖത്തിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ചികിത്സാ രീതി എങ്ങനെയാണ്? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർക്ക്? മുകളിലത്തെ അറകൾ തമ്മിലുള്ള ഹോളുള്ളപ്പോഴത്തേക്കും യൂഷ്വലി ഒരു 2-5 വയസ്സിനിടയ്ക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അതോ മുതിർന്നവരായിട്ട് വേറെ ഏജിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യില്ല, അപ്പോൾ തന്നെ ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യാറാണ് പതിവ്. പല ആൾക്കാരും നമ്മുടെ ഒബലി വരുമ്പോൾ ചോദിക്കാറുണ്ട്, അത് ഈ ഹോള് മാറ്റത് മെഡിസിൻ കഴിച്ചാൽ മാറുമോ, അതോ വേറെ എന്താ ചികിത്സാ രീതി, ഓപ്പറേഷൻ ആണോ, അതോ കീ ഹോൾ പോലെ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ഡോക്ടർ അതിനെ പറ്റും? മെഡിസിൻ കഴിച്ചാൽ മാറുമോ എന്നുള്ളതിനുള്ള ഉത്തരം ഞാൻ എപ്പോഴും പേഷ്യൻറ്റിന് പറയുന്ന ഉത്തരം ഇതാണ്. ഒരു കയ്യോ കാലോ ഇല്ലാത്ത കുട്ടിക്ക് നമ്മൾ ചോദിക്കാറില്ല മരുന്ന് കഴിച്ചാൽ കയ്യോ കാലോ തിരിച്ച് വളരുമോ എന്നുള്ളത്. അതേപോലെ തന്നെ ചില ഹോള് കാണുമ്പോൾ നമുക്കറിയാം അത് അടയില്ല എന്നുള്ളത്. അപ്പോൾ അൺലൈക്ലി അത് ഒരു ഏജ് കഴിഞ്ഞ് വലിയ ഹോളാണെങ്കിൽ അത് അടയാനായിട്ട് മെഡിസിനില്ല. നമ്മളത് ഈതർ സർജറി അല്ലെങ്കിൽ കീ ഹോളായിട്ട് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. പണ്ടൊക്കെ കൂടുതലും സർജിക്കലായിരുന്നു, പക്ഷെ ഇപ്പോൾ നമ്മൾ യൂണിറ്റിൽ കൂടുതലായിട്ടും നമ്മൾ സർജറി അവോയ്ഡ് ചെയ്ത് കീ ഹോളായിട്ട് മോസ്റ്റ് ഓഫ് ദി ഹോൾസ് അടയ്ക്കാൻ പറ്റാറുണ്ട്. നമുക്ക് ക്ലിനിക്കിൽ കോമൺ ആയിട്ട് ASDs വരുമ്പോഴത്തേക്കും സാറിന് ഒരു പേഷ്യൻ്റ് ASD ആയിട്ട് വന്നു കഴിഞ്ഞാൽ എത്ര ശതമാനം ആൾക്കാർക്ക് സാറ് കീ ഹോള് റെക്കമെൻഡ് ചെയ്യും? എത്ര പേരെ സാറ് സർജറിക്ക് വിടാറുണ്ട്? ഇപ്പോൾ ഈ ഒരു പുതിയ ടെക്നിക്കുകളൊക്കെ വന്നതിന് ശേഷം ഒരു 90-98% കേസുകളും നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ കീ ഹോളായിട്ട് അടയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ
നമ്മളുടെ ഇവിടെ യൂണിറ്റിൽ ഇപ്പോൾ നമ്മൾ അതിൽ എക്സൽ ചെയ്യുന്നുകൊണ്ടായിരിക്കാം നമ്മൾ പല സെൻറ്റേഴ്സിലും സർജറി മാത്രം സജസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിവൈസ് പറ്റില്ല അല്ലെങ്കിൽ കീ ഹോൾ പറ്റില്ല എന്ന് പറയുന്ന കേസുകൾ പോലും ചില മാർജിൻസ് കുറവാണ്, അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണ്, വലിയ ഹോളുകളാണ്, അല്ലെങ്കിൽ വളരെ ഏജ് ആയിട്ടുള്ള ആൾക്കാർ 60 വയസ്സ് ബുദ്ധിമുട്ടായിരിക്കും, സർജറിയൊക്കെ അതിന് റിസ്കി ആയിട്ടുള്ള കേസുകളും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ റേഞ്ചിലുള്ള ഏജിലുള്ളതും സൈസിലുള്ള ഹോളുകളും ഇവിടെ നമ്മൾ ഓപ്പറേഷൻ ഇല്ലാതെ കീ ഹോളായിട്ട് അടയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വേറെ ഒരു തരം ASD ഉണ്ടല്ലോ, സൈനസ് ഫിബ്രോസിസ് ASD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഇപ്പോഴും ഒരു ടാബു ആണ്, സർജൻസ് ആണ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സാറിൻ്റെ ഒരു റീസെൻ്റ് അഭിപ്രായം എന്താണ്? അതെ, അതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അതൊരു പ്രധാനമായിട്ട് പലർക്കും ഇപ്പോഴും ഈവൻ ചില കാർഡിയോളജിസ്റ്റിന് പോലും ചിലർക്ക് അറിയാത്ത, കാരണം അതൊരു 5-10 വർഷമായിട്ട് വന്നിട്ടുള്ളൊരു പുതിയ നവീനമായിട്ടുള്ള ചികിത്സാ രീതിയാണ്. ഒരു സൈനസ് വെനോസ് ASD എന്നുള്ളത് ഒരു 10 വർഷം മുന്നേ ഓപ്പറേഷൻ മാത്രമേ അതിന് സാധിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മളതിന് ഓപ്പറേഷൻ ഇല്ലാതെ നമ്മളത് ആൻജിയോഗ്രാമോ CT സ്കാനോ ചെയ്ത് നോക്കി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു 60-70% കേസുകളും നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ അത് കീ ഹോളായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സാധാരണ സെക്കൻഡ് ASD എന്ന് പറയുന്ന മാതിരി തന്നെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ചികിത്സാ രീതിയാണ്. കീ ഹോൾ ആണെങ്കിലും ഒരു കവേർഡ് സ്റ്റെൻറ്റ് എന്നാണ് ഉപയോഗിച്ച് നല്ല രീതിയിൽ നമുക്കത് ഓപ്പറേഷൻ ഇല്ലാതെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഡോക്ടർ ബിജേഷ്, അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ എന്താ ഡിഫറൻസ് കാണുന്നത്? ഒരു സൈനസ് വെനോസിസ് ASD സർജറിക്ക് വിടണോ, ഒരു സൈനസ് വെനോസിസ് ASD കീ ഹോളായിട്ട് ചെയ്യാൻ പറ്റണോ? അപ്പോൾ വാട്ട് ഈസ് എ റെസ്പോൺസ്? പേഷ്യൻസിന് എങ്ങനെയാണ് അത് ബെനിഫിറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് പേഷ്യൻസിൻ്റെ റെസ്പോൺസും അവരുടെ റിക്കവറിയും ഒക്കെ എങ്ങനെയാണ്? ഓപ്പൺ ഹാർട്ട് സർജറി ആകുമ്പോൾ പേഷ്യൻസിന് അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. ഇത് കീ ഹോൾ സർജറി ആകുമ്പോൾ പേഷ്യൻറ്റിന് ക്വിക്ക് റിക്കവറിയാണ്. ഐസിയുവിൽ കിടക്കേണ്ട ആവശ്യമില്ല. അന്ന് പ്രൊസീജിയർ കഴിഞ്ഞ് അന്ന് ഈവനിങ് ആകുമ്പോഴേക്കും റൂമിലെത്താം. നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമോ വീട്ടിൽ പോകാവുന്നതാണ്. കാര്യമായ മരുന്നുകളൊന്നും ഉണ്ടാവില്ല. മേ ബി ഒരു ടാബ്ലറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു 6 months കഴിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ള അവർക്ക് അവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാനും പറ്റും. പലപ്പോഴും ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, മെറ്റൽ ഹാർട്ടിനകത്ത് വെക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫ്ലൈറ്റിൽ പോകാകുമ്പോഴത്തേക്കും മെറ്റൽ ഡിറ്റക്ടറിൽ പ്രശ്നം ഉണ്ടാവോ? സ്കാൻ ചെയ്യാൻ പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ പലരും ചോദിച്ചു ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മുടെ ചെറിയ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും മെറ്റലാണോ ബോഡിയിലുള്ളിൽ വെക്കുന്നത്? അതൊരു കോമൺ ആയിട്ട് വരുന്നൊരു സംശയമാണ് അത്. പക്ഷെ ഇതൊരു മെറ്റൽ, ഒരു എലോയ് ആണ്, ഒരു നിക്കൽ ടൈറ്റാനിയം എന്ന് പറഞ്ഞ എലോയ് ആണ്. നമ്മൾ 2 വയസ്സോ അല്ലെങ്കിൽ 1 വയസ്സുള്ള കുട്ടികൾക്ക് പോലും അത് വെച്ചതിന് ശേഷം നമ്മൾ 50-60 വർഷം വരെ അതിനൊരു പ്രോബ്ലം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. വളരെ വളരെ ചുരുക്കമായിട്ട് അലർജി അതിന് വരാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ അതിന് അഗെയിൻസ്റ്റ് നിക്കൽ അലർജി വളരെ വളരെ റെയറാണ്. ഇതുവരെ ലാസ്റ്റ് ഒരു 20 വർഷത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനത്തെ നിക്കൽ അലർജി കണ്ടിട്ടില്ല. പിന്നെയുള്ള ക്വസ്റ്റ്യൻ, ഈ ASD ഡിവൈസ് കഴിഞ്ഞ കുട്ടികൾക്കോ അഡൾട്ട്സിനോ ടെസ്റ്റുകൾ ചെയ്യുന്ന MRI ടെസ്റ്റാണ്. ഈവൻ 3 ടെസ്ല MRI പോലും സേഫായിട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ട്രാവൽ ചെയ്യുമ്പോൾ എയർപോർട്ടിലോ ഒന്നും ഏതൊരു മെറ്റലായിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നില്ല. എക്സെപ്റ്റ് നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ അത് അതിൽ കാണാൻ പറ്റുന്നതല്ലാതെ അതുകൊണ്ട് വേറെ ഒരു ദോഷങ്ങളും നമ്മളുള്ളതായിട്ട് അറിയുന്നില്ല. വേൾഡ് ഹാർട്ട് ഡേ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ജന്മനാ ഉള്ള രോഗങ്ങൾ അത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സമയത്ത് കണ്ടുപിടിക്കുകയും ട്രീറ്റ്മെൻറ്റ് നമുക്ക് സേഫായിട്ടുള്ളതും ഈവൻ ഏർലി റിക്കവറി ആവുന്ന ട്രാൻസ്കത്തി ട്രീറ്റ്മെൻറ്റും നമുക്ക് ചെയ്താൽ ഭാവിയിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസും സിംറ്റംസും ഉണ്ടാവാതെ നോക്കാം.